ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ പാഠപുസ്തകത്തിലെ ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ 2ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 32 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചതുരങ്ങൾ വരച്ച് ഈ ഗുണനഫലങ്ങൾ കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ടെക്സ്റ്റിലുള്ള പോലെ ചതുരങ്ങൾ വരച്ചിട്ട് കണക്കാക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ എന്താണ്? 1/2 ഇൻറ്റു 1/4 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 2 കള്ളി വരയ്ക്കുക അല്ലേ. എന്നിട്ട് അതിൻ്റെ 1/4 ഭാഗമാണ് കാണേണ്ടത്. അപ്പോൾ നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ആ ചിത്രം വരയ്ക്കേണ്ടത്? ആദ്യം 1/2 വേണ്ടത് അല്ലേ. അതായത് വലിയൊരു ചതുരം വരയ്ക്കുക, എന്നിട്ട് അതിനെ 2 കള്ളിയാക്കുക. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളി വന്നു. ഇനി അതിലെ ഒരു കള്ളിയിൽ വീണ്ടും 4 എണ്ണം, അതായത് 1/4 അതിൽ ആ 2 എണ്ണത്തിൽ നിന്ന് 1 അതിനെ വീണ്ടും 4 ആക്കുക. അപ്പോൾ അതിലുള്ള ഒരു കള്ളിയാണ് ആ ഒരു ചെറിയ നീല കളറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കള്ളിയാണ് എന്ത്? 1/2 ഇൻറ്റു 1/4 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ ചതുരത്തിലെ എത്രയിലൊരു ഭാഗമാണ് നമുക്ക് നോക്കിക്കൂടെ? എങ്ങനെയാണ്? ആ കള്ളികൾ നമുക്ക് നീട്ടി വരച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ നോക്കൂ, ആ കള്ളികൾ നമ്മൾ നീട്ടി വരച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു വലിയ ചതുരം എത്ര എണ്ണായി? എത്ര ഭാഗമായി? 8 ഭാഗമായി അല്ലേ. ആ 8 ഭാഗത്തിൽ ഒരു ഭാഗമാണത്. അപ്പോൾ 1/2 ഇൻറ്റു 1/4 എന്ന് പറയുന്നത് എന്താണ്? 1/8 എന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, 1/3 ഇൻറ്റു 1/6 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 1/3 വരക്കണം, അതായത് 3 കള്ളിയിൽ ഒരു കള്ളി അങ്ങനെ എടുക്കണം അല്ലേ. അപ്പോൾ ആദ്യം അത് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ചതുരം വരച്ചു, എന്നിട്ട് അതിനെ 3 ഭാഗമാക്കി. ആ 3 ഭാഗത്തിലെ ഒരു ഭാഗം എടുത്തു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ ഒരു ഭാഗത്തിനെ വീണ്ടും 6 ഭാഗമാക്കണം. എന്നിട്ട് അതിലെ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് അല്ലേ. 1/6 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 1/3 1/6 വരയ്ക്കണം. ഇപ്പം നോക്കൂ, 1/3 നമ്മൾ 1/6 വരച്ചു അല്ലേ. ആ ഒരു നീല കളറിലുള്ളതാണ് 1/3 ഇൻറ്റു 1/6 എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയായിരിക്കും? നമ്മൾ ആ കള്ളി നീട്ടി വരച്ച് കഴിഞ്ഞാൽ എല്ലാതും 1/6 ആക്കി കഴിഞ്ഞാൽ എത്രയായിരിക്കും? മൊത്തം എത്ര എണ്ണം ഉണ്ടാവും? 18 എണ്ണം ഉണ്ടാവില്ലേ. അപ്പോൾ 18 1 1/3 ഇൻറ്റു 1/6 എന്ന് പറഞ്ഞത് 1/18 ഓക്കെ അല്ലേ. അതായത് ഓരോ കള്ളിയിലും 6 എണ്ണം വീതം ഉണ്ട് അല്ലേ. അപ്പോൾ മൊത്തം എത്ര എണ്ണമായി? 3 കള്ളിയിലും കൂടെ കൂട്ടിയാൽ 18 എണ്ണമായി. ആ 18 1 ആ നീല കളറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ പറയാം? 1/18 എന്ന് എഴുതാം. അതായത് 1/3 ഇൻറ്റു 1/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/18 ഇനി ഇതിൽ തന്നെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 1/5 ഇൻറ്റു 1/8 കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 1/5 കാണണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചതുരം വരയ്ക്കുക, എന്നിട്ട് അതിനെ 5 ഭാഗങ്ങളാക്കുക. ആ 5 ഭാഗത്തിൽ ഒരു ഭാഗമാണ് എന്ത്? 1/5 എന്ന് പറയുന്നത്. ആ 1/5നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 8 ഭാഗമാക്കണം. അപ്പോൾ നോക്കൂ, അങ്ങനെ 8 ഭാഗമാക്കി. ആ 8 ഭാഗത്തിൽ 1, അതായത് ഒരു ചെറിയ കള്ളിയാണ് എന്ത്? 1/5 ഇൻറ്റു 1/8 എന്ന് പറയുന്നത്. അത് ആ മൊത്തം ചതുരത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും? അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 8 ഭാഗമാക്കിയില്ലേ, ആ കള്ളി ഒന്ന് നീട്ടി വരയ്ക്കുക. അപ്പോൾ എല്ലാത്തിനും ഭാഗിച്ചു അല്ലേ. അപ്പോൾ എത്ര കള്ളിയുണ്ട്? മൊത്തം 40 കള്ളിയുണ്ട്. അപ്പം 40ൽ 1 ആ ഒരു ചെറിയ കള്ളി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 1/5 ഇൻറ്റു 1/8 എന്ന് പറഞ്ഞത് എന്താണ്? 1/40 ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി. അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ്? സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, അതെങ്ങനെയാണ് ചെയ്യുക? 1 മീറ്റർ നീളമുള്ള ചരടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 1 മീറ്റർ നീളമുള്ള ചരട് നമ്മളിപ്പോൾ ഇത് ചെയ്ത പോലെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കള്ളിയായിട്ട് വരച്ചു. അതിനെ 5 സമഭാഗങ്ങളാക്കി എന്ന് പറഞ്ഞാൽ 5 കഷ്ണങ്ങളാക്കി, അതായത് 5 കള്ളിയാക്കി മാറ്റി. എന്നിട്ട് അതിലൊരു കഷ്ണത്തിന്, അതായത് 1/5 ആണല്ലോ. അതിലൊരു കഷ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 ആ ഒരു കഷ്ണത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/5ൻ്റെ 1/2 അല്ലേ. 1/5നെ 1/2 കൊണ്ട് ഗുണിച്ചതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് കള്ളി വരച്ച് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ 1/5 ഇൻറ്റു 1/2 കണ്ടാൽ മതി. ഇപ്പോൾ 1/5 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ശരിക്കും ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ ഭയങ്കര ഈസിയാണ്. എന്താണ്? അംശങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് അംശമായിട്ട് എഴുതുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് ഛേദമായിട്ടും എഴുതുക. അതായത് 1നെ 1 കൊണ്ട് ഗുണിച്ച് 1 എന്ന് കിട്ടി, താഴെയുള്ള 5നെ 2 കൊണ്ട് ഗുണിച്ച് 10 എന്നും എഴുതുക അല്ലേ. അപ്പോൾ 1/10 എന്നാണ് ആൻസർ. ഇനി അതെല്ലാം നിങ്ങൾക്കത് കള്ളി വരച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ആദ്യം വലിയൊരു ചതുരം വരയ്ക്കുക, അതിനെ 5 ഭാഗങ്ങളാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ ഒരു ഭാഗത്തിന് അതിൻ്റെ പകുതിയാക്കുക, അതായത്
രണ്ട് കഷ്ണാക്കുക അല്ലേ. ഒരു ഭാഗത്തിന് ഈ 5 ഭാഗത്തിലുള്ള ഒരു ഭാഗത്തിന് 2 കഷ്ണാക്കുക. അപ്പോൾ എന്താവും? അതാണ് 1/5 ഇൻറ്റു 1/2 എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയായിരിക്കും? മൊത്തം നമ്മൾ കള്ളി വരച്ച് നോക്കുമ്പോൾ നമുക്കത് 10 കള്ളിയാണ് കിട്ടുക. ആ 10ൽ 1 അത് അല്ലേ. അപ്പോൾ 1/10 മീറ്റർ ആണ് എന്ന് പറയാൻ പറ്റും. ഇനി നോക്കൂ, അത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ മീറ്റർ എത്രയാണ്? 1/10 മീറ്റർ ആണ്. അതിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1/10 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ മുകളിൽ 2 പൂജ്യം താഴെ 1 പൂജ്യമാണ്. നമുക്കത് വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? മുകളിൽ 10 എന്ന് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്കൊന്ന് ഹരിച്ചു നോക്കിയാലും മതി. അതായത് 100നെ 10 കൊണ്ട് ഹരിക്കുക. 100നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 10 എന്ന് കിട്ടും അല്ലേ. 10 സെൻറ്റിമീറ്റർ ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗമെടുത്ത് ചായ ഉണ്ടാക്കി. എത്ര ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയത്? അതുപോലെ അത് മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നോക്കൂ, 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലിറ്റർ പാലിനെ 2 ആക്കി എന്ന് പറഞ്ഞു. അതിലെ ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ 2ൽ 1 ആണല്ലേ. അതായത് 1/2 ആണ്. അതിൻ്റെ 1/4 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അതായത് 1/2ൻ്റെ 1/4 ഭാഗം അല്ലേ. 1/4 ഭാഗം എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? 1/4 അല്ലേ 1/4 എന്ന് പറയുന്നത്. അപ്പോൾ 1/2 ഇൻറ്റു 1/4 ആണ് നമ്മൾ കാണേണ്ടതില്ലേ. ചായ ഉണ്ടാക്കാനെടുത്ത പാലിൻ്റെ അളവ് എങ്ങനെയാണ് കാണുക? 1/2 ഇൻറ്റു 1/4 കാണണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കള്ളി വരച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് കള്ളി വരക്കുക? ആദ്യം ഒരു ചതുരം വരക്കുക, അതിനെ 2 ഭാഗമാക്കുക, ആദ്യത്തെ ഒരു ഭാഗത്തിനെ വീണ്ടും 4 ഭാഗമാക്കുക. അപ്പോൾ മൊത്തം എത്ര ഉണ്ടാവും? 8 ആയിരിക്കില്ല. 8 കള്ളികളായിരിക്കും ആകെ എല്ലാതും കൂടെ കട്ട് ചെയ്താൽ കിട്ടുക. ആദ്യത്തെ ഒരു ഭാഗമാണ് ഈ ഒരു പാല് ചായ ഉണ്ടാക്കാനെടുത്ത പാല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിത് ഗുണനക്രിയ രീതിയിൽ എങ്ങനെ എഴുതാം? അതായത് മുകളിലുള്ള അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക. 1നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്താവും? 1. താഴെയുള്ള ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 2നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ 1/8 ആണ് ആൻസർ. 1/8 ലിറ്റർ അല്ലേ. അതായത് 1 ലിറ്ററിൻ്റെ 8ൽ1 ഭാഗമാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അത് എത്ര മില്ലി ലിറ്റർ ആണ് എന്നാണ് അല്ലേ. 1 ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1000 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ 1/8 ലിറ്റർ ആണ്. അപ്പോൾ അത് എത്ര മില്ലി ലിറ്റർ ആണെന്ന് എങ്ങനെ കാണാം? 1/8 ഗുണിക്കണം 1000 കണ്ടാൽ മതി. 1/8 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 1000/8 അല്ലേ. അതായത് 1000നെ 8 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 1000നെ 8 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 125 എന്ന് കിട്ടും. 1000നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 125 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 125 മില്ലി ലിറ്റർ ആണ് എന്ത്? 1/8 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.